ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈ റൈഡറിന്റെ റീസെന്റ് ലോഞ്ച് ചെയ്ത എയറോ എഡിഷൻ എന്നുള്ള ഒരു വേരിയന്റ് ആണിത്. എയറോ എഡിഷൻ എന്ന് പറഞ്ഞാൽ 35,000 രൂപ അടുത്ത് കോസ്റ്റ് വരുന്ന ഒരു കിറ്റാണ്. നിങ്ങൾക്ക് ഏത് വേരിയന്റിലും വാഹനം ബ്ലാക്ക് കളർ ആണെങ്കിൽ ആ കിറ്റ് ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കിറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ഇത് എയറോ എഡിഷൻ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് ജി വേരിയന്റിലാണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്? ജി വേരിയന്റിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? എയറോ എഡിഷൻ വരുമ്പോഴുള്ള പ്രൈസിലെ ഡിഫറൻസ് എന്തെല്ലാമാണ്? ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈ റൈഡർ എയറോ എഡിഷന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ബ്ലാക്ക് കളർ വാഹനമാണ്. ഹൈ റൈഡറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് കിട്ടുന്നതും നമുക്ക് ഈ ബ്ലാക്ക് കളറിന് തന്നെയാണ്. ഈ ബ്ലാക്ക് കളറിലാണ് എയറോ എഡിഷൻ കിറ്റ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരിക. കാര്യം അതിനകത്ത് ഒരു റെഡ് ഇൻസേർട്സ് കാര്യങ്ങളാണ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്ടി ലുക്ക് കിട്ടുന്ന രീതിയിൽ സ്കേർട്ടിങ്സ് ആണ് ഈ എയറോ എഡിഷനിൽ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ആയിരിക്കുന്നത്. അപ്പോൾ ഈ സ്കേർട്ടിങ്ങും കൂടി ആഡ് ഓൺ ആയ സമയത്ത് ഈ വാഹനം ഒരു സ്പോർട്ടി ലുക്കിംഗ് കാറായിട്ട് മാറിയിട്ടുണ്ട്. പഴയ ഹൈ റൈഡറിൽ കാര്യം ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ളൂ എങ്കിലും ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ചേഞ്ച് വന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് ഒരു ഡ്യുവൽ യൂണിറ്റ് ആയിട്ടുള്ള DRL പ്ലസ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻസിലും നമുക്ക് ആ ടെക്സ്റ്റൈൽ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഈ ലോഗോവും കൂടി ബ്ലാക്ക് കളർ ആക്കുകയാണെങ്കിൽ പക്ക ഒരു മാഫിയ ലുക്ക് എന്നൊക്കെ പറയാം. അതിന് താഴെ ഈ കാണിച്ചിരിക്കുന്ന റെഡ് ഇൻസേർട്ട് എയറോ എഡിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രില്ലിന്റെ പോർഷൻസ് എല്ലാം നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സ്കേർട്ടിങ്ങും നമ്മുടെ എയറോ എഡിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ഫുൾ റെഡ് ഫിനിഷിൽ തന്നെ വരുന്നുണ്ട്. താഴെ ബമ്പറിന്റെ പോർഷൻസിലും നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആയിട്ട് അത് മാറുന്നുണ്ട്. നോർമൽ ഹൈ റൈഡറിൽ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ എയറോ എഡിഷനിലാണ് നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ലുക്കിലേക്ക് ഈ വാഹനം ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു ക്രോം ഇൻസെർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ക്രോമും ഈ ഫ്രണ്ടിലെ ലോഗോയും കൂടി ബ്ലാക്ക് ആയിട്ട് ചേഞ്ച് ആവുകയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും ഈ വാഹനം ഓൺ റോഡ് കാണാനായിട്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 ഇഞ്ച് വീൽസ് കാണാം. ഇത് ജി വേരിയന്റ് ആയതുകൊണ്ട് ടോപ്പ് എൻഡിൽ കാണുന്ന സെയിം അലോയ്സ് തന്നെ കൊടുത്തിരിക്കുന്നു. 215 60R70 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹൈബ്രിഡ് ആണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. നമുക്ക് മിറേഴ്സ് എല്ലാം ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇപ്പോൾ വശങ്ങളിലും താഴെയായിട്ട് നമുക്ക് ആ ഒരു സ്കേർട്ടിങ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് കാണാം. അതിന് താഴെ നമുക്ക് ആ റെഡ് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കീലെസ് എൻട്രി പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇവിടെ താഴെ നമുക്ക് ആ ഒരു ക്രോം ലൈൻ കൊടുത്തിരിക്കുന്നത് കാണാം. ടോപ്പിലേക്ക് വന്ന റൂഫ് റെയിൽസ് വരുന്നുണ്ട്. റൂഫ് റെയിൽസ് ഇപ്പോൾ സിൽവർ ഫിനിഷ്ഡാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. ഇതിലിപ്പോൾ പനോറമിക് സൺറൂഫ് ജി വേരിയന്റുകൾ എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വശങ്ങളിൽ നോക്കുമ്പോഴാണെങ്കിലും ആ ഒരു വിൻഡോ ക്രോമും ടോപ്പിലെ റൂഫ് റെയിൽസും കൂടി ബ്ലാക്കിലേക്ക് ആക്കുമ്പോഴാണ് ഈ വാഹനത്തിന് ശരിക്കും ഒരു സ്പോർട്ടി ലുക്കിലേക്ക് വരിക. ഇനി ബാക്കിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ എയറോ എഡിഷന്റെ ഭാഗമായിട്ട് കിറ്റുകളാണ് ആഡ് ഓൺ ആയിരിക്കുന്നത്. ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. അതിൽ ആദ്യം നമുക്ക് കണ്ണിൽപ്പെടുന്നത് ഈ ഒരു കിറ്റാണ്. ഈ ഒരു പോർഷൻസിൽ നമുക്ക് ആ റെഡ് ഇൻസേർട്ട് കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ സെൻറ്റർ പോർഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു റെഡ് ഇൻസേർട്ടാണ്. അതുപോലെ തന്നെ താഴെ ബെമ്പറിൻ്റെ പോർഷൻസിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു റെഡ് ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ബെമ്പറിൻ്റെ കളർ വന്നിരുന്നത് ഈ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷാണ്. അതാണ് ബ്ലാക്കിലേക്ക് ചേഞ്ച് ആയിരിക്കുന്നത്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സ്പോയിലർ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ് വരുന്നത്. LED ആയിട്ടാണ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. താഴേക്ക് വന്ന ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ജി ഹൈബ്രിഡ് അതിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അർബൻ ക്രൂസർ ഹൈ റൈഡർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കാണാം. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. വേറെ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 265 ലിറ്ററാണ് ബൂട്ട്സ് കപ്പാസിറ്റി വരുന്നത്. ഹൈബ്രിഡ് ആയതുകൊണ്ട്. നോൺ ഹൈബ്രിഡ് ആണെങ്കിൽ 375 ലിറ്ററാണ് വരുന്നത്. നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 60/40 സ്പീഡ് സെറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട്. നമുക്കൊരു 12 വോട്ടിൻ്റെ ചാർജിങ് ബോട്ട് കാണാം. നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ തോന്നുന്ന രീതിയിൽ ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈ റൈഡറിൻ്റെ ഒരു വേരിയൻറ്റിലും നമുക്ക് സ്പെയർ വീല് വരുന്നില്ല. കമ്പനി കംപ്ലീറ്റ്ലി സ്പെയർ വീല് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ശരിക്കും ഈ കിറ്റ് ആഡ് ഓൺ ആയിരിക്കുന്നത് എക്സ്റ്റീരിയറിൽ മാത്രമാണ്. ഇന്റീരിയറിലേക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. നമ്മളുടെ ആ പഴയ ഡ്യുവൽ ടോൺ കളറിൽ തന്നെയുള്ള ഇന്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം നമുക്ക് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഒരു സിൽവർ ഫിനിഷ് കാണാം. സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു. 2 ടേഴ്സ് വരുന്നുണ്ട്.
ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാം. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ആ ഇന്റീരിയർ കളറിനോട് മാച്ചിങ് ആയിരുന്ന രീതിയിലാണ് ആ സീറ്റിൻ്റെയും അപ്പോൾസറി കാര്യങ്ങൾ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിനകത്ത് ആ ഒരു മറ്റേ ബ്ലൂ ഫിനിഷ് കാര്യങ്ങളും വരുന്നുണ്ട്. ജി വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്കാണ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എയറോ എഡിഷനിൽ ഇന്റീരിയറിൽ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. നോർമൽ ജി വേരിയന്റ് എങ്ങനെയാണോ ആ ഒരു ലുക്കിൽ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് റെഡ് ഇൻസൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അകത്തും കൂടി അവിടെ ഇവിടെയൊക്കെ ഈ ഒരു പോർഷൻസിലൊക്കെ റെഡ് ഇൻസൈറ്റ് വന്നിരുന്നത് കുറച്ചും കൂടിയും ഒരു ലുക്ക് ആയേനെ എന്നെ ഒരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. സ്റ്റീയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ മൾട്ടി ഫംഗ്ഷനായിട്ട് സ്റ്റീയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. താഴത്തെ പോർഷൻ നമുക്ക് ആ സിൽവർ ഫിനിഷ് കാണാം. ഇടതുവശമായിട്ട് മ്യൂസിക്കിന്റെ കൺട്രോൾസ് ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. വലതുവശം ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും മ്യൂസിക്കിന്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെയാണ് നമുക്ക് ഫോണിന്റെ കൺട്രോൾസ് വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. ഹൈബ്രിഡിലും ഇപ്പോൾ നോൺ ഹൈബ്രിഡിനും ജി വേരിയന്റിൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ്, EV ഡ്രൈവ് മോഡ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരു ഹൈബ്രിഡ് വാഹനത്തിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലൊക്കെ കണ്ടുവന്നിരുന്ന 9 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. RKMS ട്യൂൺ ചെയ്തൊരു സ്ക്രീൻ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 4 സ്പീക്കറും 2 ട്യൂട്ടറും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ്, നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഫ്യൂവലിന്റെ ഇൻഫർമേഷൻസ്, വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ TPMS ആണ് അഡീഷണലി ആഡ് ഓൺ ആയി വന്നിരിക്കുന്ന ഫീച്ചർ. പിന്നെ നമ്മളുടെ എസ് വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ജി വേരിയന്റിലേക്ക് വരുമ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് ഈ വലിയ സ്ക്രീൻ തന്നെയാണ്. അതിൽ അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളാണ്. നല്ല ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറ ഫുൾ സ്ക്രീനിൽ തന്നെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡോട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടാബ്ലറ്റ് പോലെ എല്ലാ ഫംഗ്ഷനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴെ അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ ടച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹോം ബട്ടൺ കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് താഴെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിനകത്തെല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാനായിട്ട് പറ്റും. അതിന് താഴെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. വയർലെസ് ചാർജിങ് ഇപ്പോൾ ജി വേരിയന്റിൽ ആഡ് ഓൺ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ECVT ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ടച്ച് കാണാം. നമുക്ക് EV മോഡ്, ഡ്രൈവ് മോഡിൻ്റെ അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് 2 സീറ്റ് വെന്റിലേറ്ററിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ സർപ്രൈസിംഗ് ആയ കാര്യം, ഇതിനു മുമ്പ് ലെതർ സീറ്റുകളിലായിരുന്നു വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫാബ്രിക് സീറ്റുകളിലും വെന്റിലേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ടൊയോട്ട അല്ലെങ്കിൽ മാരുതി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് കീ വരുന്നത്. കീയിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷനായിട്ട് കീ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ്, സെന്റർ ആംറെസ്റ്റ് കാണാം. കപ്പ് ഹോൾഡേഴ്സ് താഴെ, സെന്റർ ആംറെസ്റ്റ് കാണാം. നല്ല കൈയെല്ലാം വെച്ച് സോഫ്റ്റ് ടച്ചോട് കൂടിയ സെന്റർ ആംറെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോടുകൂടി കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്. നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ജി വേരിയന്റിൽ. ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സൺവൈസസ് വിത്ത് ലൈറ്റ് ആൻഡ് മിററോട് കൂടിയാണ് അതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പനോറമിക് സൺറൂഫ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൊയോട്ട പറയുന്നത് ഇതിന്റെ കട്ടി കൂട്ടിയിട്ടുണ്ടാകുന്നതാണ്. ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. വലിയ കാര്യമായിട്ട് കട്ടിയൊന്നും കൂട്ടിയിട്ടില്ല. അതിന്റെ എൻഡ് പോർഷനിലുള്ള ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ സൺറൂഫ് തന്നെയാണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡ് ഫീച്ചറോ ലൈറ്റ് വരുന്നുണ്ട്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പഴയ ഒരു ജി വേരിയന്റിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും എയറോ എഡിഷൻ വന്നപ്പോഴും ഇന്റീരിയറിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. 2025 അപ്ഡേറ്റ് വന്നപ്പോൾ വന്ന ആ മാറ്റങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്കൊരു ഡ്യുവൽ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ചാണ് വരുന്നത്. അതൊരു ലെതർ ഫിനിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിൽ കാണാം. നമുക്കൊരു സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായാലും ഇപ്പോഴത്തെ ടെമ്പറേച്ചറിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ്. ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 2 Type C ചാർജിങ് പോർട്ടുകളും കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, സെന്റർ ആംറെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണ് എങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം.
ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 5 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. എൻ്റെ ഹൈറ്റ് 5'11" ആണ്. അപ്പോൾ 6 ഫീറ്റ് ഒരാൾക്കും സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. സൺറൂഫ് ഉണ്ടെങ്കിലും അതിൻ്റെ ഓപ്പണിങ്സ് ഇവിടം വരെ വരുന്നുണ്ട്. അതുകൊണ്ട് ഹെഡ്റൂമൊന്നും വലിയ കൺസേൺസ് വരുന്നില്ല. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നത് അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. റീസെൻ്റ്ലി മാരുതി അവരുടെ വിക്ടോറിയസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിക്ടോറിയസിനും ഈ വാഹനത്തിനൊക്കെ ഏകദേശം സിമിലർ പ്രൈസ് ആണ്. ഒരു 50,000 രൂപ ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ വിക്ടോറിയസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്ക് ഇഷ്ടം ഒന്നല്ലെങ്കിൽ ഹൈറൈഡർ അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര. ഇതിന് വിക്ടോറിയസിനെക്കാളും മച്ച് ബെറ്റർ വാഹനങ്ങളായിട്ട് എനിക്കിപ്പോഴും ഈ വാഹനങ്ങൾ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഹൈറൈഡറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ക്രാഷ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ നടക്കുകയാണെങ്കിൽ 5 സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ജി വേരിയന്റിൽ വാഹനം ഇറങ്ങിയപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇപ്പോൾ ബേസ് വേരിയന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ABS CBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോൾ ടോപ്പ് എൻഡിലും ഉൾപ്പെടുത്തിയിട്ടില്ല. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും ഇല്ല. സെയിം പഴയ എഞ്ചിൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. പിന്നെ നമ്മളുടെ ഹൈബ്രിഡ് എഞ്ചിൻ, അതായത് ഒരു 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വിത്ത് നമ്മുടെ ബാറ്ററി ടെക്നോളജി. 120 HP അടുത്താണ് പവർ വരുന്നത്. ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനെ പറയാൻ പറ്റുള്ളൂ. മൈലേജ് ആണ് ഹൈലൈറ്റ്. ഇതിന് 28ഒക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ 40 വരെയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടെന്നാണ് ഓൺലൈനിൽ നിന്ന് അറിയാനായിട്ട് പറ്റുന്നത്. നമ്മുടെ നോർമൽ പെട്രോൾ ആണെങ്കിൽ കമ്പനി 20 ക്ലെയിം ചെയ്യുന്നുണ്ട്. 15-16 ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഹൈറൈഡറിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റിന്റെയും എസ് വേരിയന്റിന്റെയും പ്രൈസ് നമ്മൾ എസ് വേരിയന്റിന്റെ വീഡിയോ റീസെന്റ് ചെയ്തിരുന്നു. GST ബെനിഫിറ്റ് വെച്ചിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എയറോ എഡിഷനിലെ കിറ്റ് നിങ്ങൾക്ക് ഏത് വേരിയന്റിലും ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. 35,000 രൂപയാണ് അതിന് കോസ്റ്റ് വരിക. പക്ഷെ നിങ്ങളുടെ വാഹനം അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഹൈറൈഡർ ബ്ലാക്ക് കളർ ആയിരിക്കണം. ബ്ലാക്ക് ആണെങ്കിൽ മാത്രമാണ് ഇത്രയും കിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ല വേറെ ഏതെങ്കിലും കളർ ആണെങ്കിൽ കിറ്റുകളുടെ പ്രൈസും കുറയും. അതിനനുസരിച്ച് അതിനകത്ത് വരുന്ന ആക്സസറീസിലെ എണ്ണത്തിലും ഡിഫറൻസ് വരും. അപ്പോൾ ബ്ലാക്ക് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ആക്സസറി കിറ്റ് തന്നെയാണ് ഈ എയറോ എഡിഷൻ. പക്ക ഒരു സ്പോർട്ടി ലുക്കിലേക്ക് ഈ വാഹനം ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ജി വേരിയന്റിന്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.5 മാനുവൽ വേരിയന്റ് അതിന് 16 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓഫറുകൾ വരുന്നുണ്ട്. നമുക്ക് എയർലി ബെഡ് ഓഫറായിട്ട് 5,000 രൂപ, ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് 27,000 രൂപ, പിന്നെ റൂറൽ അല്ലെങ്കിൽ മറ്റേ കോർപ്പറേറ്റ് ഓഫറായിട്ട് 20,000 രൂപ, മൊത്തം 52,000 രൂപ ഓഫർ കോമൺലി എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പ്ലസ് ടൊയോട്ട ടു ടൊയോട്ട എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിൽ 75,000 രൂപ വരെയും, നോൺ ടൊയോട്ട വാഹനങ്ങൾക്ക് 40,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും കഴിഞ്ഞ മന്തിൽ ഓഫർ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓഫറുകൾക്ക് ശേഷമുള്ള എക്സ്ചേഞ്ച് ബോണസ് ഒന്നും കൂട്ടാത്ത നോർമൽ ഓഫറുകൾക്ക് ശേഷമുള്ള പ്രൈസാണ് പറയുന്നത്. ജി മാനുവൽ വേരിയന്റിന് 16 ലക്ഷം രൂപ. ജി ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 18,16,000 രൂപയും, നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ 21,80,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് നോർമൽ ഓട്ടോമാറ്റിക്കും ഹൈബ്രിഡും തമ്മിൽ ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ്, ഈ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഓടിച്ച് മുതലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. കാരണം ഇപ്പോഴത്തെ പുതിയൊരു EV കൊണ്ട് നടക്കുന്ന എക്സ്പെൻസ് ആണ് നിങ്ങൾക്ക് ഹൈറൈഡറിന്റെ ഈ ഒരു ഫുൾ ഹൈബ്രിഡ് വേരിയന്റ് കൊണ്ട് നടക്കാനായിട്ട് വരുന്നുള്ളൂ. 25 വെച്ച് മൈലേജ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ കിലോമീറ്ററിന് 4 രൂപ വെച്ചാണ് കോസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരു EV കാർ എടുത്തിട്ട് എക്സ്റ്റീരിയറിൽ നിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിലും പെർ കിലോമീറ്റർ ഓടാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം 3.5-4 രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വരും. അപ്പോൾ പെട്രോൾ ആണ്, അതുകൊണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ആണ്. ഫ്യൂച്ചറിൽ റീസെയിലിന്റെ കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ EV എടുക്കുകയാണെങ്കിൽ അതിന്റെ റീസെയിൽ എന്താവും, ഫ്യൂച്ചർ എന്താവും, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് പ്രൈസ് കിട്ടുന്ന പല കൺസേണുകളുണ്ട്. ഇപ്പോൾ ഹൈറൈഡർ അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര പോലെയുള്ള വാഹനങ്ങളാണ്. ഹൈബ്രിഡ് ആണെങ്കിൽ ആ കൺസേൺസ് ഒന്നും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടൊയോട്ട റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ കൈരളി ടൊയോട്ടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.